കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീയത്തിലെ 2ാം ദശകം 5ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ അർത്ഥമൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്ലോകം 5, 2ാമത്തെ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ലക്ഷ്മീ സ്ഥാവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വാശാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താധരാം. ഒരിക്കൽ കൂടെ ശ്ലോകം ചൊല്ലാം. ലക്ഷ്മീ സ്ഥാവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതഭിപ്രമാണമധുനാ ലക്ഷ്മീ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏതദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വാശാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താധരാം. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഭഗവാന്റെ ആ വപുസ് ശരീരം, അതിൻ്റെ ആ ഒരു മനോഹാരിത ഒക്കെ നമുക്കിങ്ങനെ മേൽപ്പത്തൂർ വർണ്ണിച്ചു തരാണ്. കാരണം എന്തിനാണത് അങ്ങനെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന വായുരിവ സുദുഷ്കരം, ഇങ്ങനെ പിടിച്ചു നിർത്താൻ വായുവിനെ പിടിച്ചു നിർത്തുന്ന പോലെ ദുഷ്കരമാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ, ആ ഒരു മനസ്സിനെ ഒരു വിഗ്രഹത്തിൽ നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ ഏകാഗ്രത കൂടുന്നു, അങ്ങനെ അനന്യ ഭക്തിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു പടിയാണ് ഇത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ലക്ഷ്മീപതിയായ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ സൗന്ദര്യത്താൽ, ആ രാമണീയകതയാൽ അപഹരിക്കപ്പെട്ടവളാണത്രേ ഈ ലക്ഷ്മീദേവി. അപ്പോൾ ലക്ഷ്മീദേവി ഭഗവാന്റെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പാലാഴിമദന സമയത്ത് വരണമാല്യമായിട്ട് എത്തിയ ലക്ഷ്മീദേവി ഭഗവാന്റെ വക്ഷസിലേക്ക് ആ വരണമാല്യം ചാർത്തുന്നത്. അപ്പോൾ ആ ദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നു. കാരണം ഭഗവാനിൽ മാത്രമാണ് ലക്ഷ്മീദേവി സ്ഥിരമായിട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ വേറൊരു പ്രമാണം കൂടെ പറയാമെന്ന് പറയുന്നു. അപ്പോൾ ആരാണോ, അപ്പോൾ ലക്ഷ്മീദേവി മറ്റാരിലും സ്ഥിരമായിട്ടിരിക്കില്ല, ഭഗവാന്റെ വപസ്സിൽ, ശരീരത്തിൽ മാത്രം, ആ ഭഗവാന്റെ മനോഹാരിതയിൽ മാത്രം ലക്ഷ്മീദേവി സ്ഥിരമായിട്ടിരിക്കുന്നു പറയുമ്പോൾ പിന്നെ എവിടെയാണ് ലക്ഷ്മീദേവി ഇരിക്കുന്നത് എന്നും കൂടെ പറയാം. ഭക്തരായ ജനങ്ങൾ ആരാണോ ഭഗവാന്റെ ധ്യാനരസത്തിലും ഗുണാനുകീർത്തന രസത്തിലുമൊക്കെ ആസക്തരായിട്ട് തീരുന്നത്, അവരിൽ ലക്ഷ്മീദേവി സ്ഥിരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നും കൂടെ നമുക്ക് ഈ ഒരു ശ്ലോകം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലക്ഷ്മീപദേ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. കാരണം ഭഗവാനിൽ തന്നെ പ്രേമസ്ഥൈര്യം ഉള്ളവളായിരിക്കുന്ന ലക്ഷ്മീദേവി ഭഗവാന്റെ ആ രാമണീയകം കൊണ്ട്, രമണീയമായ ആ രൂപം കൊണ്ട് അപഹൃത ചേതസ്സായി ഇരിക്കുന്നു. പരമാത്മാവിൽ തന്നെ ആ രൂപത്തിൽ തന്നെ ചേതസ്സിനെ, മനസ്സിനെ വെച്ച് പരന്മാരിൽ അസ്ഥിരയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ലക്ഷ്മീദേവിയുടെ ഭക്തന്മാർ വിളിച്ചാൽ ലക്ഷ്മീദേവി പോവില്ല. കാരണം ഭഗവാനിലാണ് ലക്ഷ്മിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് സ്ഥാപിക്കുന്നു. എന്താണ് സ്ഥാപിക്കുന്നത്? ചില ആളുകൾ ഭഗവത് രൂപം ധ്യാനിക്കുന്നു, ഭഗവാന്റെ ഗുണം കീർത്തിക്കുന്നു, ആ ആനന്ദത്തിൽ ആസക്തരായിട്ട് കാണുന്നു. അങ്ങനെയുള്ളവരിൽ ലക്ഷ്മീദേവിയും സ്ഥിരമായിട്ടുണ്ടാവും. കാരണം കവി പറയുന്നു, ദൈതപ്രസ്താവദത്താധര എന്ന്. അങ്ങനെ ദൈതപ്രസ്താവദത്താധര എന്ന് പറഞ്ഞാൽ ദൈത എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവൻ, ദൈതൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ ദൈതൻ, പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞാലും ഭർത്താവ് എന്ന് പറഞ്ഞാലും അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭർത്താവിനെ കുറിച്ചുള്ള പ്രസ്താവം, പ്രിയപ്പെട്ട പ്രസ്താവം, അതാണ് ദൈതപ്രസ്താവം. ഭർത്താവിനെ കുറിച്ചുള്ള പ്രസ്താവം
ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള പ്രസ്താവമാണ്. അപ്പോൾ എവിടെയാണോ ഭർത്താവ് തൻ്റെ ഭർത്താവിനെ കീർത്തിക്കുന്നത്, ആദരിക്കുന്നത്, അവിടെ മാത്രമേ ദേവി ഇളകൊള്ളൂ, ദേവി അവിടെ വസിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സ്വഭക്തേഷ്വപി എന്ന് പറയുന്നുണ്ട്. സ്വഭക്തേഷ്വപി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നേടാൻ വേണ്ടി ലക്ഷ്മി ദേവിയെ ഭജിക്കുന്ന ധാരാളം ഭക്തന്മാരുണ്ട്. അവരുടെ ആരാധനാ ശക്തിക്കും തീവ്രതയ്ക്കും ചേർന്ന മട്ടിൽ ലക്ഷ്മി പ്രസാദം അവർക്കുണ്ടാവും. ഇല്ല എന്ന് പറയും. ലക്ഷ്മിയെ എന്താ പറയുക, പൂജിക്കുന്നവർക്ക് ലക്ഷ്മി പ്രസാദം ഉണ്ടാവും. പക്ഷെ അത് സ്ഥിരമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് സ്ഥിരമില്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം ലക്ഷ്മി ചപലയായതുകൊണ്ടല്ല. നിസ്സാര കാര്യങ്ങൾക്കായിട്ട് ദേവിയെ ആരാധിക്കുന്നവരാണ് ചാബല്യം കാട്ടുന്നത്. അപ്പോൾ സ്ഥിരമല്ലാത്തത് ദേവി ചപലയായതുകൊണ്ടല്ല. അപ്പോൾ ലക്ഷ്മിയുടെ കാരുണ്യം സ്ഥിരമല്ല, ദേവി അസ്ഥിരയാണെന്നൊക്കെ എല്ലാവരും പറയുമല്ലോ. ഈ സ്ഥിരമല്ലാത്തത് ദേവി ചപലയായതുകൊണ്ടല്ല, ഈ നിസ്സാര കാര്യങ്ങൾക്കായിട്ട് ദേവിയെ ആരാധിക്കുന്നവരാണ് ഈ ചാബല്യം കാട്ടുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്യണം? നിസ്സാര കാര്യങ്ങൾക്കാണ് ഓരോ ഭഗവാനെ അല്ലെങ്കിൽ ദേവീ ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിക്കത് തരണേ, എനിക്കിത് തരണേ, ഞാനിത് തന്നാൽ ഞാൻ അത് തരാം, ഞാൻ ആ വഴിപാട് ചെയ്യാം, ഈ വഴിപാട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോടും ദേവിയോടുമൊക്കെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കൊടുത്തു വാങ്ങി കിട്ടുന്നതല്ല. ചിലപ്പോൾ എന്താ പറയുക, പിന്നെ ചില സമയത്ത് അത് ശരിയായിട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനിങ്ങനെ ഒരു വഴിപാട് നടത്തിയതുകൊണ്ടാണ് ശരിയായതെന്ന്. അങ്ങനെ നടത്തിയതുകൊണ്ട് ശരിയാവാൻ പോകുന്നതല്ല ഒന്നും. അപ്പോൾ ലക്ഷ്മി ദേവിയും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടാവുള്ളൂ, ഭഗവതി ഉള്ളിടത്ത് ഭഗവാനും ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ ഭഗവത് ഭക്തന്മാരുടെ ലക്ഷണവും ഈ ശ്ലോകം പറയുന്നു. ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത എന്നാണ് ഭഗവത് ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്. ഭഗവാന്റെ ധ്യാനത്തിൽ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത ധ്യാന ഗുണാനുകീർത്തന, ധ്യാനവും ഗുണവും കീർത്തിക്കുന്ന, ധ്യാന ഗുണാനുകീർത്തന രസ ആസക്ത, അങ്ങനെ വേണം അത് പറയാൻ. അപ്പോൾ ആരാണോ ഭഗവാന്റെ ധ്യാനരസത്തിലും ഗുണാനുകീർത്തന രസത്തിലും ആസക്തിയുള്ളവർ, ഭഗവാനെ ധ്യാനിക്കുന്നതും ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് ആനന്ദാനുഭൂതി ഉണ്ടാകണമെന്നാണ്. അങ്ങനെ ധ്യാന കീർത്തനങ്ങളിൽ ആനന്ദാനുഭൂതി ആർക്കാണുള്ളത്? അവനാണ് ശരിയായിട്ടുള്ള ഭക്തൻ. അപ്പോൾ ദിവസേന അമ്പലത്തിൽ പോയ ആൾ ഭക്തനാണെന്ന് പറയാൻ പറ്റില്ല. ഭക്തർക്ക് അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടാവണം. ഭഗവാന്റെ ആ നാമജപത്തിൽ ലയമുള്ളവരാണ് ഭക്തർ. അപ്പോൾ അതെവിടെ ഇരുന്നാലും അതിൽ ആ ഒരു നാമജപത്തിൽ ലയമുള്ള ആൾ ഇപ്പോൾ ദിവസേന ഗുരുവായൂർ പോകണമെന്നില്ല. ഗുരുവായൂർ പോവാതിരിക്കുന്നവരും ഗുരുവായൂർ ഭക്തരാണ്. എത്രയോ പേര് ഗുരുവായൂർ പോവാതെ തന്നെ ഗുരുവായൂരപ്പൻ്റെ വളരെ വേണ്ടപ്പെട്ട ഭക്തരായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ നിഷ്കാമമായിട്ടായിരിക്കണം നമ്മുടെ ഭഗവാനോടുള്ള നമ്മുടെ അചഞ്ചല ചിത്തരായിട്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കണം. എന്നാൽ അവിടെ അങ്ങനെ ഭഗവാനിൽ അചഞ്ചല ചിത്തരായിട്ട്, ഇളകാത്ത മനസ്സുള്ളവരായിട്ട് ഭഗവാനിൽ മനസ്സിനെ വെച്ച് ആ നാമസങ്കീർത്തനത്തിൽ ലയിച്ച് ഗുണങ്ങൾ കീർത്തിച്ച് അങ്ങനെയുള്ളവരിൽ ദേവീ പ്രസാദം സ്ഥിരമായിട്ടും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ലക്ഷ്മി പദേ, ലക്ഷ്മിയായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി ദേവി. ഇയം എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള അർത്ഥമാണ്. താവക രാമണീയക ഹൃദ ഏവ, ഭഗവാന്റെ രമണീയത കൊണ്ട് മനോഹാരിത കൊണ്ട് അപഹരിക്കപ്പെട്ടവളായി തീർന്നു. പിന്നെ പരേഷു, അന്യരിൽ അസ്ഥിര അസ്ഥി, അസ്ഥിരയായിരിക്കുന്നു, അതുകൊണ്ട് അന്യരിൽ അസ്ഥിരയായിരിക്കുന്നു. ഇതി അസ്മിൻ, ഇപ്രകാരം ഇക്കാര്യത്തിൽ. അധുന, ഇപ്പോൾ. അന്യത് പ്രമാണം അഭി, മറ്റൊരു പ്രമാണം കൂടി. വക്ഷ്യാമി, ഞാൻ പറയാം. ഏ ഭക്തജന, ഏത് ഭക്തരായ ജനങ്ങൾ. ത്വത് ധ്യാന ഗുണാനുകീർത്തന രസ, ഭഗവാന്റെ ധ്യാനരസത്തിലും ഗുണാനുകീർത്തന വർണ്ണനയിലും രസത്തിലും ആസക്തരായിട്ട് തന്നെ ഇരിക്കുന്നുവോ. തേഷു, അവരിൽ.
ഏഷ ഈ ലക്ഷ്മി ദേവി ദൈതപ്രസ്താവ ദത്താദര, ദൈതപ്രസ്താവത്തിൽ ദത്തമായ ആദരവോടുകൂടിയവളായിട്ട് സ്ഥിര ഏവ വസതി, സ്ഥിരമായി തന്നെ വസിക്കുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ പുറകെ മനുഷ്യർ പോകുന്നത് പണം ഒക്കെ സമ്പാദിക്കാനും ഒക്കെയാണ്. അപ്പോൾ അതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സമ്പത്തും ഐശ്വര്യവും. പക്ഷെ അത് കിട്ടാൻ ലക്ഷ്മി ദേവിയെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ലക്ഷ്മി ദേവിയെ പോയി കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കും, പക്ഷേ അത് ഉടനെ തന്നെ പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ലക്ഷ്മി ദേവി ഭഗവാനിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ ആരെയാണോ സ്ഥിരമായിട്ട് പ്രകീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അവരിൽ മാത്രമേ ലക്ഷ്മി ദേവി പ്രസാദിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവിടെ മാത്രമേ ലക്ഷ്മിയുടെ ആ ഒരു ഐശ്വര്യവും ആ ഒരു അനുഗ്രഹവും സ്ഥിരമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ പറയാം. ലക്ഷ്മി ദേവിയായ ഭഗവാന്റെ ആ മനോഹാരിതയിൽ അപഹരിക്കപ്പെട്ടവളായി തന്നെയാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ഈ ദേവി അന്യരിൽ അതുകൊണ്ടാണ് അസ്ഥിരയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു മറ്റൊരു പ്രമാണം കൂടി പറയാം. ഭക്തരായ ജനങ്ങൾ ഭഗവാന്റെ ധ്യാനത്തിലും ഗുണാനുകീർത്തന രസത്തിലും ആസക്തരായിട്ട് ഇരിക്കുന്നു. അവരിൽ ലക്ഷ്മി ദേവി ദൈതപ്രസ്താവ ദത്താധരയായി സ്ഥിരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ കീർത്തിക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവിയുണ്ട്, അല്ലാത്തവരുടെ കൂടെ കുറച്ച് സമയത്ത് ഉണ്ടെന്ന് തോന്നും, പിന്നെ ലക്ഷ്മി ദേവി അവിടെ നിന്ന് പോവും. കാരണം ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാന്റെ സാമീപ്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ആ ഒരു ശ്ലോകം ഒരിക്കലൂടെ ചൊല്ലാം. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ സ്തേഷ്വാശാവസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താധരാ. ഇതിപ്പോൾ 2ാമത്തെ ദശകം 5ാമത്തെ ശ്ലോകമാണ്. ഒരിക്കൽ കൂടെ ചൊല്ലാം. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏത്വധ്യാന ഗുണാനുരസാ കീർത്തനരസാസക്താ ഹി ഭക്താ ജനാ സ്തേഷ്വാശാവസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താധരാ. അപ്പോൾ ഈ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവുമൊക്കെ നമ്മൾ ഒന്ന് നോക്കി. അപ്പോൾ ഈ ഒരു 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ദശകങ്ങൾ വളരെ ഭഗവാന്റെ ആ ഒരു മഹിമ വർണ്ണിക്കുന്നു. ആ ഒരു ഭക്തിയുടെ ആ ഒരു പ്രാധാന്യത്തെ കാണിക്കുന്നു. ഓരോ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളുടെ വർണ്ണന ഈ ഒരു ദശകത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ മനോഹരമാണ്. ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓം തത്സത്.